അത് സത്യം പുറത്തു വരണം മക്കളെ. അത് പുറത്തു വന്നാൽ കിച്ചുവിനെ സപ്പോർട്ട് ചെയ്യുന്നവരെല്ലാം തിരിച്ചു കുത്തും മക്കളെ. അതേപോലത്തെ കാര്യങ്ങളാണ് കിച്ചു ചെയ്തു വെച്ചിരിക്കുന്നത്. ഡോക്ടർ പറഞ്ഞു കാണേണ്ടവർക്ക് വന്ന് കാണാൻ, കുഴപ്പമൊന്നുമില്ല, ശ്രദ്ധിച്ചാൽ മതി എന്നാണ് പറഞ്ഞേക്കുന്നത്. കിച്ചുവിന് മിണ്ടാൻ പറ്റത്തില്ല. കിച്ചു അതുപോലെ കാട്ടിക്കൂട്ടിയിട്ടുണ്ട്, അതുപോലെ അവനെ സുധി സ്ഥലത്തിൽ അവന്റെ കൊല്ലത്തല്ലേ അവൻ പഠിച്ച മൊത്തം 8-9 ക്ലാസ് വരെ കൊല്ലത്താ പഠിച്ചത്. ആ ബിഷപ്പൊക്കെ അയാളൊക്കെ ചാട്ടോണ്ടടിക്കണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയോടും ഒരു ബിഷപ്പ് എന്ന രീതി ഒരു ലേഡി എന്നെ ടെലിഫോണിൽ വിളിച്ചു, കോൾ റെക്കോർഡ് ചെയ്തു. അവരത് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് അവർ പബ്ലിക്കിന് അത് കൊടുത്തു. ഇത് അഡ്വക്കേറ്റിന് കൊടുത്തിരിക്കുകയാണ്. പോലീസിന് അവർ വക്കീൽ പോടാൻ തന്നെ സൈബർ സെല്ലിലേക്ക് നമ്മൾ രേണു ചേച്ചിയുടെ അടുത്ത് വന്ന് രേണു ചേച്ചിയെ നമ്മൾ കണ്ടു, സംസാരിച്ചു, കുറച്ചിനോട് ഇരുന്ന് നമ്മൾ കണ്ട ഒരു ചേച്ചി അങ്ങനെയല്ല തുള്ളിച്ചാടി. അമ്മയെ അമ്മയായിട്ട് കാണാം, എങ്കിലേ അമ്മയുടെ സ്നേഹം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അമ്മയുടെ ഹലോ, ഞാൻ മുകേഷ് യാദവ് മാധവ്. ഇത് ഇങ്ങനെ സംഭവിക്കത്തുള്ളൂ എനിക്ക് നേരത്തെ അറിയായിരുന്നു. കാരണം ഒരു രഹസ്യം മറച്ചു വെച്ചുകൊണ്ട് പോകുമ്പോൾ എത്ര നാളത് രഹസ്യമായിട്ടിരിക്കുമെന്ന് എനിക്കറിയത്തില്ല. പലപ്പോഴായിട്ട് അവരുടെ ഇടയിൽ അടി ഉണ്ടാകുമ്പോഴൊക്കെ ഇങ്ങനൊരു കാര്യം പുറത്തു വരുമായിരുന്നു. അതായത് ആ രഹസ്യം ഞാൻ പുറത്ത് പറയും, കിച്ചു നീ ഇനി മിണ്ടരുത്, ഇനി മിണ്ടിക്കഴിഞ്ഞാൽ നമ്മൾ തമ്മിലുള്ള ഒരു രഹസ്യം പുറത്ത് പറയും എന്ന് രേണുസൂതി പറഞ്ഞപ്പോൾ തന്നെ പലർക്കും പല കാര്യങ്ങളും സംശയം തോന്നിയിരുന്നു. അത് ഏത് രീതിയിലോട്ടാണ് പോകുന്നതെന്ന് തന്നെ പലരും അന്നേ ഊഹിച്ച് പറഞ്ഞിരുന്നു. ഊഹാപോഹങ്ങളൊക്കെ ശരിയാണോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ടല്ലോ, പല വ്ളോഗേഴ്സിനും ഇക്കാര്യം അറിയാം. പലരും എന്തുകൊണ്ടാണ് ഈ വിഷയം എടുത്തുകൊണ്ടിടാത്തതെന്നും നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഈ രഹസ്യം സൂക്ഷിക്കുന്നവർ തന്നെ ഇപ്പോൾ ഓരോ രഹസ്യങ്ങൾ പുറത്തു പറയുമ്പോൾ പുറത്തുള്ള വ്ളോഗേഴ്സ് പറയാതിരിക്കുമോ? ഇല്ല, അവരും പറയും പല സത്യങ്ങളും. അവിടെയൊക്കെ എനിക്കറിയാവുന്ന രഹസ്യങ്ങൾ പലതും ഞാൻ പുറത്ത് പറയും. നമ്മൾക്ക് മാത്രം അറിയാവുന്ന രഹസ്യങ്ങൾ എന്നെക്കൊണ്ട് പറയിപ്പിക്കരുത് എന്ന് രേണു പറഞ്ഞപ്പോഴാണ് ആളുകൾ ഇത്രയും അക്കാര്യം സീരിയസ് ആയിട്ട് എടുത്തത്. അതിനുശേഷം കിച്ചു ഒരു വീഡിയോ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ? കിച്ചുവിനെ കുറിച്ച് മിണ്ടിയിട്ടുണ്ടോ? അത് എന്തുകൊണ്ടായിരിക്കാം? കിച്ചുവിന് പേടിയുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കാം. കിച്ചുവിനെ പേടിപ്പിച്ച് തന്നെ നിർത്തിയിരിക്കുകയാണ്. അവിടെ ആ സമയത്ത് അച്ഛൻ്റെ ഒരു വീഡിയോ വന്നിരുന്നു. അതായത് ഒരു സ്ത്രീ കിച്ചുവിനെ സപ്പോർട്ട് ചെയ്ത് അച്ഛനെതിരെ കോൾ ചെയ്തൊരു സംഭാഷണം. അതിൽ ആ ലേഡി ചോദിക്കുന്നുണ്ട്, അച്ഛൻ പറഞ്ഞു വെച്ചതിനനുസരിച്ചാണെങ്കിൽ കിച്ചു രേണുവിനെ കയറി പിടിച്ചോ എന്നുള്ള രീതിയിൽ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അവിടെയൊക്കെ ജനങ്ങളിപ്പോൾ സംശയത്തോടെയാണ് ഇക്കാര്യങ്ങളെല്ലാം കാണുന്നത്. എന്തായാലും ഇതിനെല്ലാം തിരികൊളുത്തി വിട്ടത് ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനുശേഷം ബിഷപ്പ് കൂടി ഒന്നുകൂടി അക്കാര്യം എടുത്ത് പറയുമ്പോൾ എന്തായാലും സംശയം തോന്നും. അവിടെയൊക്കെ രേണുവിനെ കാണാൻ പോയ കിച്ചുവിന് എന്തുകൊണ്ട് രേണുവിനെ കാണാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ രേണുവിനെ കണ്ടില്ല, അന്ന് എന്താണ് നടന്നതെന്നുള്ളതും സംശയമാണ്. അവിടെയാണ് അച്ഛനൊരു ഇൻ്റർവ്യൂ കൊടുത്തത്. ഇനി ഇവിടെ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും ഇതിലെ പ്രതികരണം. ഇവിടെയുള്ള ആളുകൾക്കെല്ലാം പല കാര്യങ്ങളും അറിയാം. പലരും ഇപ്പോൾ സത്യാവസ്ഥ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഞാൻ അറിയാവുന്ന സത്യങ്ങൾ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ കിച്ചുവിന് നാണക്കേടുണ്ടാക്കുന്നതാണ്, കിച്ചു വലിയ നന്മമരമൊന്നും കളിക്കണ്ട, ഞാൻ എല്ലാം തുറന്നു പറയും എന്നുള്ള രീതിയിൽ പറഞ്ഞതിന് ശേഷമാണ് ഇക്കാര്യം കൂടുതൽ ചർച്ച ചെയ്യാൻ തുടങ്ങിയത്. അവിടെയൊക്കെ അച്ഛൻ പറയുന്ന ചില കാര്യങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സംശയിക്കേണ്ട അവസ്ഥ വരും. അതും വളരെ മോശം രീതിയിൽ സംശയിക്കേണ്ട അവസ്ഥ വരും. എന്തായാലും അച്ഛൻ പറഞ്ഞ ആ കാര്യം ഒന്ന് കേട്ടു നോക്കാം. ഞാൻ എന്റെ മനസ്സിൽ 2 വർഷം കൊണ്ട് അറിഞ്ഞിട്ട് പോലും ഞാനത് മനസ്സിൽ വെച്ചപ്പം അപ്പൊ അത് പല കാര്യങ്ങളും പുറത്ത് പറയാനൊക്കാത്ത ചില കാര്യങ്ങളായിരിക്കുമല്ലോ. രേണുസുധിയുടെ മകൻ രാഹുൽ ദാസ് വിശുദ്ധനാണെന്നും ഞാൻ അവനെ ടാർഗറ്റ് ചെയ്തെന്തോ കോർണർ ചെയ്യുന്നെന്ന് പറഞ്ഞ് കഴിഞ്ഞ 3-4 ദിവസം കൊണ്ട് വീഡിയോസ് വന്നുകൊണ്ടിരിക്കുന്ന ആരും കാണുന്നില്ല. അപ്പൊ അല്ലേ അതെ, ഈ ഒരു സംഭവമാണ് പിന്നീട് ചർച്ചകൾക്ക് വഴിവെച്ചത്. ഇതിൽ നിന്നും പല ആളുകളും പല രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങി. രേണു ഒരു രീതിയിൽ പറഞ്ഞു, അച്ഛൻ വേറൊരു രീതിയിൽ പറഞ്ഞു, കിച്ചു അതനുസരിച്ചു. കിച്ചുവിന് എന്തോ ഭയം തട്ടി, അപ്പോൾ അവിടെ എന്തൊക്കെയോ നടന്നിട്ടുണ്ട് എന്ന രീതിയിൽ തന്നെയാണ് ആളുകൾ പലതും പറയുന്നത്. അവിടെ അമ്മ മകൻ എന്നുള്ള രീതിയിൽ നിന്നും മാറിയൊക്കെയാണ് ആളുകൾ ഇപ്പോൾ പലരും ചിന്തിക്കുന്നത്. കാരണം പല വ്ളോഗേഴ്സും പല കഥകളും ഇപ്പോൾ പറയുന്നുണ്ട്. അവർക്കൊക്കെ പലർക്കും ഈ കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷേ അവരൊന്നും തുറന്നു പറയുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. പക്ഷേ ഇപ്പോൾ പലരും കുറച്ച് കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നുണ്ട്. അമ്മയും മകനും എന്നുള്ള റിലേഷൻ, അതിനെക്കുറിച്ച് തന്നെയാണ് അവിടെ ചർച്ചാ വിഷയമാകുന്നത്. എന്തായാലും അത് കേട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. കാര്യങ്ങളുടെ കിടപ്പ് നമ്മൾ ഉദ്ദേശിച്ചതുപോലെ അല്ല, ഇതൊരു വേറെ രീതിയിലേക്കാണ് സഞ്ചരിച്ചു പോകുന്നതെന്ന്. അമ്മയെ അമ്മയായിട്ട് കാണണം, എങ്കിലേ അമ്മയുടെ സ്നേഹം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതെ, അമ്മയെ അമ്മയായിട്ട് കാണണം. അവിടെ എന്താണ് അർത്ഥമാക്കുന്നത്? രേണുവിനെ അമ്മയായിട്ട് കണ്ടില്ല എന്നുള്ളതാണോ? എനിക്കറിയില്ല. ഇങ്ങനെ ചർച്ചയ്ക്ക് തന്നെ വഴിവെച്ചത് ഇവരെല്ലാം കൂടിയാണ്. ആളുകൾ പല കാര്യങ്ങളും മറന്നിരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓർത്തെടുക്കാൻ വേണ്ടി പല കാര്യങ്ങളും വിട്ടുകൊടുക്കും. ഇവിടെ പാസ്റ്റൊക്കെ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ എല്ലാവരും നാർന്ന സ്ഥിതിയിലേക്കായിരിക്കും പോകുന്നത്. അവിടെയാണ് ഇപ്പോൾ ആളുകൾ പറയുന്നത് അമ്മയെ അമ്മയായിട്ട് കാണണം. അതുപോലെ പലരും ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യനാണ്, അമ്മ മകനെ മകനായിട്ട് കാണണം, അല്ലാതെ മറ്റൊരു തരത്തിൽ കാണരുത്. അവിടെ ആളുകൾക്ക് സംശയം തോന്നും, ഇതെന്താണ് ഇങ്ങനെ പറയുന്നത്? അപ്പോൾ ഇവിടെയൊക്കെ നമ്മളറിയാത്ത എന്തൊക്കെയോ രഹസ്യമുണ്ടെന്ന് രേണുസുധി തന്നെ പറയുന്നുണ്ട്, അച്ഛൻ പറയുന്നുണ്ട്. അത് ശരിവെക്കുന്ന രീതിയിൽ തന്നെയാണ് കിച്ചുവിൻ്റെ പ്രവൃത്തി. കാരണം കിച്ചു എല്ലാം സ്റ്റോപ്പ് ചെയ്ത് നിർത്തിയിട്ട് പോയി. ഒരു പക്ഷേ കിച്ചുവിൻ്റെ മാന്യത കാണിച്ചു എന്ന് തന്നെ പറയാം. പക്ഷേ ജനങ്ങൾ എങ്ങനെയാണ് അതിനെ എടുക്കുന്നത്? ഭീഷണിപ്പെടുത്തി എന്ന രീതിയിൽ തന്നെയാണ് എടുക്കുന്നത്. ഇവിടെയൊക്കെ ചില വ്ളോഗേഴ്സ് ചില കാര്യങ്ങൾ പച്ചയ്ക്ക് പറയുന്നുണ്ട്. കാരണം അവർക്ക് അതിനെക്കുറിച്ച് അറിയായിരിക്കും, അതുകൊണ്ട് തന്നെയായിരിക്കും അങ്ങനെ പറയുന്നത്. എന്തായാലും അതും കൂടെ ഒന്ന് കേട്ടു നോക്കാം. ഇത് തന്നെയാണ് ഒളിഞ്ഞും തെളിഞ്ഞും രേണുസുധി അന്നത്തെ വീഡിയോ പറഞ്ഞത്. അതായത് ഞാനീ നിനക്കും അറിയാവുന്ന പല രഹസ്യങ്ങളും ഞാൻ പുറത്തു പറഞ്ഞാൽ നമ്മുടെ ഭാവിയെ തന്നെ ബാധിക്കും. ഞാനത് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞേട്ടാ, അവിടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ്. ഞാൻ പറഞ്ഞേട്ടാ, പെറ്റമ്മയായിട്ട് കാണണം,
മറ്റൊരു കണ്ണുകൊണ്ട് കണ്ടു കഴിഞ്ഞാൽ നിനക്ക് എങ്ങനെ സ്നേഹം കിട്ടും എന്നുള്ളതാണ്. ഞാൻ തിരിച്ച് നീ കേൾക്കാൻ, ഈ പെറ്റ അമ്മയില്ലേ, ഈ അമ്മ മകനെ മകനായിട്ട് കാണണമെന്ന് പറഞ്ഞു. മകനെ മാത്രമല്ല, മകന്റെ കൂട്ടുകാരെ. ഇവിടേക്ക് എന്താണ് അർത്ഥമാക്കേണ്ടത്? മകൻ അമ്മയെ അമ്മയെ പോലെ കാണണം, അതുപോലെ തന്നെ അമ്മ മകനെ മകനായിട്ട് കാണണം. അവിടേക്ക് വ്യക്തമാക്കി പറയുന്നുണ്ട് മകന്റെ കൂട്ടുകാരെയും മകനെ പോലെ അമ്മ കാണണമെന്ന്. ഇവിടേക്ക് ഏത് രീതിയിലോട്ടാണ് കഥകൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്? അങ്ങനെ മകനെ മാത്രമല്ല മകന്റെ കൂട്ടുകാരെയും സ്വന്തം മകനെ പോലെ കരുതണം എന്നുള്ളതാണ്. നീ ഇപ്പൊ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ടില്ലേ? നീ പറയണല്ലോ, നീ അവന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണല്ലോ, ചെന്ന് അന്വേഷിക്ക്. ഇവൾ ഇതിനു മുമ്പ് ഇതുപോലെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്, ഭീഷണി മുഴക്കിയിട്ടുണ്ട്. ഇവൾ അച്ഛൻ തങ്കു ഇതുപോലെ ആത്മഹത്യ വേണ്ടി ശ്രമിച്ചത് എന്തിനാണ് എന്ന് നീ പോയി അന്വേഷിച്ച് നോക്ക്. ഇവിടെയൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നതിലും അപ്പുറത്തേക്കാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കണം അച്ഛൻ അങ്ങനെ പറഞ്ഞത്. അവിടെയൊക്കെ ആത്മഹത്യാ ഭീഷണി മുഴക്കി എന്നുള്ള രീതിയിലൊക്കെ പറയുകയാണെങ്കിൽ എന്ത് കാര്യമാണ് അവിടെ നടന്നത്? അവിടെയൊക്കെ അമ്മയും മകനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഏത് രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്? അതോ അമ്മ മകനെ കണ്ടത് വേറൊരു തരത്തിലായിരുന്നോ എന്നുള്ള രീതിയിലൊക്കെയാണ് ആളുകൾ ചിന്തിക്കുന്നത്. ഒരുപക്ഷെ നമ്മളറിയാത്ത പല കാര്യങ്ങളും ഉണ്ടായിരിക്കാം. അവിടെ കിച്ചു സൈലൻ്റ് ആവുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. പക്ഷേ എനിക്ക് പറയാനുള്ളത് കിച്ചു സൈലൻ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം പല ആളുകളും പല രീതിയിൽ പ്രകോപിപ്പിക്കും. എന്തെങ്കിലുമൊക്കെ തുറന്നു പറയാൻ വേണ്ടി പല കാര്യങ്ങളും വിട്ടുകൊടുക്കും. അത് ഏറ്റുപിടിച്ച് പല കാര്യങ്ങളും തുറന്നു പറയാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നീട് കിച്ചുവിന് തന്നെയായിരിക്കും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അവിടേക്ക് രേണുവിനെ അത് എത്രമാത്രം ബാധിക്കുമെന്ന് എനിക്കറിയത്തില്ല. കാരണം രേണുവിന് ആവശ്യത്തിലുള്ള നെഗറ്റീവ് കിട്ടിയിട്ടുണ്ട്. രേണുവിൻ്റെ അവസ്ഥ ഇപ്പോൾ അതേ രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് രേണുവിനെ അത് വലിയ രീതിയിൽ ബാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ കിച്ചുവിന് 10-20 വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ. കിച്ചുവിനെ അത് നല്ല രീതിയിൽ മോശമായിട്ട് ബാധിക്കും. നാളെ എന്തായാലും ഈ ക്വസ്റ്റ്യൻ ആരെങ്കിലുമൊക്കെ ചോദിക്കും. അവിടേക്ക് കിച്ചുവിന് ആൻസർ ഇല്ലാത്ത രീതിയിൽ നിൽക്കേണ്ട അവസ്ഥയും വരുമെന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തെക്കുറിച്ച് അധികമായിട്ട് സംസാരിക്കാതിരിക്കുക. രേണുവുമായുള്ള ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ കഴിവതും ഈ സമയത്ത് ഒഴിഞ്ഞു നിൽക്കുക. ഇങ്ങനെയുള്ള പല വീഡിയോകളും പുറത്തു വരികയൊക്കെ ചെയ്യും. അതിലൊക്കെ പ്രകോപിപ്പിക്കുന്ന പല കാര്യങ്ങളും കാണും. അതൊക്കെ കണ്ട് ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അത് ചിലപ്പം വലിയ നാശത്തിലേക്ക് തന്നെ ആയിരിക്കും പോകുന്നത്. നീ പറയുന്നല്ലോ രേണു സുധി ഇത് ഇങ്ങനെ പറഞ്ഞു എന്ന്. ഇനി കിച്ചു വന്ന് പറയാതിരിക്കട്ടെ എന്നുള്ളതാണ്. എന്തിനാണ് അന്ന് ഈ ഒരു ആത്മഹത്യ ശ്രമം നടത്തിയത്? എന്തായിരുന്നു പ്രശ്നം എന്നുള്ളത് കിച്ചുവിന്റെ വാ കൊണ്ട് പറയിപ്പിക്കാൻ നിൽക്കരുത്. ഇതൊന്നും ഉണ്ടാക്കി പറയുന്നതല്ല. ഇതൊക്കെ മുമ്പേ നമുക്കറിയാം എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ളത്. മകൻ അമ്മയെ അമ്മയായിട്ട് കാണണം, ശരി തന്നെയാണ്. അതുപോലെ തന്നെ അമ്മ എന്ത് ചെയ്യണം? മകനെയും മകന്റെ കൂട്ടുകാരെയും മകനായിട്ട് കാണണം. മനസ്സിലായോ? ഇവിടെ കൊണ്ട് വിളമ്പിക്കരുത്. അതിൻ്റെയൊക്കെ പ്രൂഫുകൾ പലരുടെ കയ്യിലും ഉണ്ട് എന്നുള്ളതാണ്. ഇത് സമ്മതിക്കുന്ന അവിടെ ചേച്ചി ആയിക്കോട്ടെ, അവിടെ അച്ഛനായിക്കോട്ടെ, ഇത് സമ്മതിക്കുന്ന പലരും പലരുടെ കയ്യിലുണ്ട്. അതെടുത്ത് ഇടരുത്, നാട്ടിക്കരുത് എന്നുള്ളതാണ്. അതെ, ചേച്ചി ആയിക്കോട്ടെ, അമ്മ ആയിക്കോട്ടെ, അച്ഛനായിക്കോട്ടെ, ഈ കുടുംബക്കാർ തന്നെയാണ് ഇക്കാര്യങ്ങൾ പുറത്തുവിട്ടത്. ഈ കുടുംബക്കാർ തന്നെ ഇത് പുറത്തുവിടാതിരിക്കുകയും ഇതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു അവസ്ഥ ഇന്ന് അവർക്കുണ്ടാവത്തില്ലായിരുന്നു. അവിടെയൊക്കെയാണ് ആത്മഹത്യാ ഭീഷണി മുഴക്കി എന്ന് പറയുന്നുണ്ട്. അതും പലരും ആത്മഹത്യാ ഭീഷണി മുഴക്കി എന്ന് പറയുന്നുണ്ട്. അവിടെയൊക്കെ കിച്ചു എന്തുകൊണ്ട് ആ വീട്ടിൽ നിന്നും ഇറങ്ങി കൊല്ലത്ത് വന്ന് താമസിക്കുന്നു എന്നുള്ള ചോദ്യവും ഉയർന്നു വരുന്നുണ്ട്. പലരും പഠിത്തത്തിന് വേണ്ടി ദൂരേക്ക് പോയി എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അവിടെയൊക്കെ അന്ന് പലരും ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, എന്തുകൊണ്ട് കിച്ചു രേണുവിൻ്റെ അടുത്ത് നിന്ന് പഠിക്കുന്നില്ല, മാറി നിന്ന് കൊല്ലത്ത് നിന്ന് എന്തുകൊണ്ട് പഠിക്കുന്നു? ആ ഒരു ചോദ്യം പലരും ഇപ്പോൾ ഉന്നയിക്കുന്നുണ്ട്. അന്ന് മീഡിയക്കാരിൽ പലരും ഈ ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്, എന്തുകൊണ്ട് കിച്ചു അവിടെ പോയി താമസിക്കുന്നു? അവിടേക്ക് ഋതപ്പനും രേണുവിനും താങ്ങായിട്ട് നിൽക്കേണ്ട കിച്ചു മാറി നിന്ന് പഠിക്കുന്നു. ഇത് മറ്റൊരു കുടുംബത്തിൽ ആരെങ്കിലും ഒരു മകൻ പറഞ്ഞാലേ അമ്മയും അനിയനും ഒറ്റയ്ക്കാണ് ഉള്ളത്, അതുകൊണ്ട് തന്നെ അമ്മയ്ക്കും ഋതപ്പനും സഹായത്തിന് എപ്പോഴും ഞാൻ ആ വീട്ടിൽ കാണേണ്ടതുണ്ട് എന്ന രീതിയിലായിരിക്കും ചിന്തിക്കുന്നത്. പക്ഷെ കിച്ചു എന്തുകൊണ്ട് ആ രീതിയിൽ ചിന്തിച്ചില്ല എന്നും ചോദ്യം വന്നു. അന്ന് ആ ചോദ്യത്തിലുള്ള ആൻസർ അധികം പേർക്കും അറിയത്തില്ലായിരുന്നു. പക്ഷേ ഇന്ന് പലർക്കും അറിയാമെന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതിലൊരു കാരണം മാത്രമേ ഉള്ളൂ. അവരുടെ ചേച്ചിയുടെ വായിൽ നിന്നായാലോ, അല്ലെങ്കിൽ അച്ഛൻ്റെ വായിൽ നിന്നായാലോ, അല്ലെങ്കിൽ അമ്മയുടെ വായിൽ നിന്നാലോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്തു പോയിട്ടുണ്ട്. അത് പലരും റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കും ഇവരൊക്കെ ഇത്ര തറപ്പിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നത്. അത് പുറത്തു വിടാത്തത് അവരുടെ മാന്യതയായിരിക്കാം. ഒരു ദേഷ്യത്തിൻ്റെ പുറത്തെങ്ങാനും അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അവർ പറഞ്ഞു പോയതായിരിക്കാം. എന്തായാലും തെളിവുകൾ അവരുടെ കയ്യിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അതിന് എന്നായാലും പുറത്തു വരും. കാരണം ഇങ്ങനൊരു സംശയം എല്ലാവരിലും കിടക്കുന്നതുകൊണ്ട് തന്നെ അത് പുറത്തു വിടും എന്നുള്ളത് തന്നെ ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ കിച്ചു ആയാലും രേണുസുതി ആയാലും ഇതിനെക്കുറിച്ച് അധികം മിണ്ടാതിരിക്കുന്നതായിരിക്കും നല്ലത്. പ്രത്യേകിച്ച് കിച്ചു. എന്തായാലും അച്ഛനും രേണുസുതിയും വാ തുറന്നപ്പോൾ കിച്ചു ഇങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത് തന്നെ ഒഴിവാക്കിയിരിക്കുകയാണ്. അത് തന്നെയാണ് നല്ലത്. ഇത് രേണുവിൻ്റെ കുടുംബത്തിലുള്ളവരും ചിന്തിക്കേണ്ട കാര്യമാണ്. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും പലരും ചോദിക്കും. അവിടെയൊക്കെ അതിന് ആൻസർ കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ എല്ലാവരും നാർന്ന രീതിയിലേക്കായിരിക്കും പോകുന്നത്. കണ്ട വീഡിയോയ്ക്കകത്ത് കണ്ടു കാണും, സോഷ്യൽ മീഡിയ വന്നേക്കുന്നത് എല്ലാവരും പറയുക പൊട്ടിക്കും എന്ന് പറഞ്ഞ് ഞാൻ എന്തോ പറയാനിരിക്കുന്നു. ഇപ്പൊ പൊട്ടിക്കുന്ന സംഭവം എന്താണെന്ന് നടന്നവർക്കും
പിന്നെ ആ കാര്യങ്ങൾ എന്തൊക്കെ ഏർപ്പാടുകൾ നടന്നിരിക്കുന്നതെന്നുള്ളതും ഒക്കെ പിന്നെ പബ്ലിക്കിന്റെ മുമ്പിൽ പറയേണ്ട ഒരു സന്ദർഭം വരുമ്പോൾ അവരത് പറയുക തന്നെ ചെയ്യും. അതിനെതിരെ നടപടികളും ഉണ്ടാവുമല്ലോ. അത് പൊട്ടിക്കും എന്നെ അപമാനിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്താ സംഭവിച്ചെന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ, നാട്ടുകാർക്ക് അറിയാമല്ലോ. സമൂഹത്തിൽ പലർക്കും ഈ സംഭവങ്ങൾ അറിയാവുന്നതാണ്. ഞാനെന്തിനാ പറയേണ്ട ആവശ്യം? ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിലുള്ള ജനങ്ങൾക്കായിരിക്കും അതിനെക്കുറിച്ച് അറിയാത്തത്. ഇവിടെ നാട്ടുകാർക്ക് അറിയാവുന്ന അച്ഛൻ പറയുന്നു പൊട്ടിക്കും എന്ന് പറയുന്ന കാര്യങ്ങൾ എന്തായാലും പൊട്ടിക്കും, അതിനെതിരെ നിയമ നടപടികൾ ഉണ്ടാവുമെന്നൊക്കെയാണ് അച്ഛൻ പറയുന്നത്. അവിടേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാതിരിക്കുന്നതായിരുന്നു ഏറ്റവും നല്ലത്. പക്ഷേ ബിഷപ്പ് എന്തുകൊണ്ടോ ഇപ്പോഴായിരിക്കും ഇക്കാര്യങ്ങളെല്ലാം അറിയുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കും ഇത്ര ആവേശത്തിൽ മാധ്യമങ്ങളോട് ഇത് പറയാനും കൂട്ടാക്കിയത്. അവിടെ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, നിയമ നടപടികൾ നേരിടേണ്ടി വരും. അങ്ങനെയെങ്കിൽ കിച്ചു കുറ്റം ചെയ്തു എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അവിടെ എന്ത് കുറ്റമാണ് ചെയ്തതെന്ന് പറയുന്നില്ല, നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ പിന്നീട് അച്ഛൻ പറയുമ്പോൾ ഇതൊന്നും സംഭവിക്കുന്നുമില്ല. അതാണ് ഇവിടെ അച്ഛനെ സൈബർ അറ്റാക്ക് ചെയ്യുന്നത്. കാരണം ഒരു പ്രശ്നത്തിനും പോകാതിരുന്ന കിച്ചുവിനെ ഇതിലേക്ക് വലിച്ചഴിച്ചിട്ടു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അവിടെയൊക്കെ അച്ഛൻ ഈ കാര്യങ്ങൾ ഇപ്പോഴാണ് അറിഞ്ഞതെങ്കിൽ ഇതൊക്കെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങളായിരിക്കാം. അതുപോലെ തന്നെ ഇക്കാര്യങ്ങളിൽ പലതും കിച്ചു തന്നെ തുറന്നു പറഞ്ഞുകൊണ്ട് കിച്ചു ലഹരി ഉപയോഗിക്കുന്ന കാര്യങ്ങൾ, ലഹരി ഉപയോഗിക്കാനിടയായ സാഹചര്യം, അച്ഛൻ മരിച്ചപ്പോൾ ഒറ്റപ്പെട്ടതുപോലെ തോന്നിയതുകൊണ്ട്, പിന്നീട് കുടുംബത്തിലുണ്ടായ പല പ്രശ്നങ്ങളും, തനിക്കൊരു കാര്യം പോലും പറയാൻ ആരുമില്ലാത്ത അവസ്ഥയിൽ വന്നപ്പോഴാണ് താൻ ഈ ലഹരിയൊക്കെ ഉപയോഗിച്ചതെന്നൊക്കെ കിച്ചു തന്നെ കിച്ചുവിൻ്റെ വ്ലോഗിൽ പറയുന്നുണ്ട്. അങ്ങനെയുള്ളപ്പോൾ അതൊക്കെ അച്ഛൻ കണ്ടു കാണുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല. പക്ഷേ അച്ഛൻ ഈ കേട്ട കാര്യങ്ങളൊക്കെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് നടന്നതായിരിക്കാം, എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഇനി അല്ലെങ്കിൽ തന്നെ കിച്ചു രേണുസുതിയെ കാണാൻ പോയ സമയം, അതായത് അവസാനമായിട്ട് കണ്ട സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, വീട്ടിൽ എന്തെങ്കിലും അടി നടന്നിട്ടുണ്ടോ, എന്തുകൊണ്ട് രേണുസുതിയെ കാണാൻ കഴിഞ്ഞില്ല, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അവിടെ വരുന്നുണ്ട്. അവിടെയൊക്കെ ഇത് തുറന്നു പറഞ്ഞാൽ അച്ഛൻ ഇപ്പോൾ പ്രതിക്കൂട്ടിലായിരിക്കുന്നു എന്ന് തന്നെ പറയണം. പലരും പറയുന്നത് അച്ഛൻ അച്ഛൻ്റെ പണി ചെയ്യാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെട്ടിട്ടല്ലേ ഇപ്പോൾ ഈ രീതിയിൽ ഏറിപ്പോകേണ്ട അവസ്ഥ വന്നത് എന്ന രീതിയിലും സംസാരിക്കുന്നുണ്ട്. അപ്പൊ അവള് വേറെ ആളുമായിട്ട് സ്നേഹിച്ച് അവരുമായിട്ട് അങ്ങ് പോയിട്ട് ശരിയാണ്, തൂങ്ങി മരിച്ച പെണ്ണ്. പിന്നെ കുഞ്ഞിനെ നോക്കാൻ ആളില്ല. അപ്പൊ പറഞ്ഞാൽ നിങ്ങളാവുന്നവരിലും കത്തിന്റെ ബാക്കിൽ കൊണ്ടുവന്ന കുഞ്ഞിനെ കടത്തി പറഞ്ഞു. ഇത് അറിഞ്ഞ ഉടനെ ഞാൻ മോനെ വിളിച്ചിട്ടും പറഞ്ഞു, മോൻ കുഞ്ഞിനെ കൊണ്ടുപോവാ, ഞങ്ങൾ നോക്കിക്കൊള്ളാം, എന്നിട്ട് മോൻ പരിപാടിക്ക് പോവാ. അങ്ങനെ പിന്നെ അവിടുത്തെ താമസം മാറ്റിയാന്ന് എന്റെ മോൻ ഇവിടെ കൊണ്ടുവരുന്നത്. അവനെ ഒരാങ്ങളമാരായവരുടെ ആങ്ങളെയാണ് അവൻ. എന്റെ മോൻ എവിടെ പോയാലും അവനെ കൊണ്ടുപോകും, സിനിമയ്ക്കായാലും എന്തിനും എന്റെ മോനാന്നും പറഞ്ഞു. ഇവിടെ കിച്ചു കൊല്ലത്ത് വന്നതിന്റെ കാര്യമാണ് അവന്റെ അച്ചാമ്മ പറയുന്നത്. അവിടെയൊക്കെ ഇപ്പം കിച്ചു എന്തുകൊണ്ട് കൊല്ലത്ത് തന്നെ നിൽക്കുന്നു, പഠിക്കാൻ വന്ന കിച്ചു അല്ലേ, എന്തുകൊണ്ട് മടങ്ങി പോകുന്നില്ല എന്നുള്ള രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ അവിടെയൊക്കെ ദുരൂഹത നിറയുകയാണ്. ഇവിടെയൊക്കെ രേണുസുതിയും അച്ഛനും പറഞ്ഞ പല കാര്യങ്ങളും കിച്ചുവിനെ പ്രതിക്കൂട്ടിലാക്കി നിർത്തുകയാണ്. പക്ഷേ ഇവരൊക്കെ കിച്ചുവിനെ കുറിച്ചുള്ള രഹസ്യങ്ങൾ തുറന്നു പറയുമെന്ന് പറയുന്നതല്ലാതെ രഹസ്യങ്ങളൊന്നും പറയുന്നുമില്ല. അവസാനം ആ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെ കിച്ചുവുമായിട്ട് പ്രത്യേകിച്ച് വൈരാഗ്യമൊന്നുമില്ല, കിച്ചുവിനെ 2 പ്രാവശ്യം മാത്രമേ കണ്ടോളൂ, കിച്ചുവിനെക്കുറിച്ച് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിലും അച്ഛൻ സംസാരിക്കുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ പലരും പറയും അച്ഛൻ ഇന്നലെ സംസാരിച്ചതുപോലല്ലല്ലോ ഇന്ന് സംസാരിക്കുന്നതെന്ന്. അവിടെ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, ഇന്നലെ സംസാരിച്ച കാര്യങ്ങളിൽ പലരും ഫോൺ ചെയ്ത് വിമർശിക്കുമ്പോൾ ചിലപ്പോൾ അച്ഛൻ പലതും മറച്ചു വെച്ചതായിരിക്കാം. അത് അച്ഛൻ്റെ വാക്കുകളിൽ തന്നെ ഉണ്ട്. നല്ല രീതിയിൽ സൈബർ ആക്രമണം ഉണ്ടായി എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എനിക്ക് രാഹുൽ ദാസുമായിട്ട് യാതൊരു വ്യക്തിപരമായ വൈരാഗ്യങ്ങളും ഒന്നും തന്നെയില്ല. കിച്ചു എന്ന് പറയുന്ന രാഹുൽ ദാസിനും ഋതുൽ ദാസിനും അവകാശപ്പെട്ട വീടിന് മുൻപിലാണ് നിൽക്കുന്നത്. അത് അവരുടെ വീടാണ്, അവരവിടെ സന്തോഷമായി ജീവിക്കട്ടെ. സോഷ്യൽ മീഡിയ ആണ് ഇങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഞാനും രാഹുൽ ദാസുമായിട്ട് വ്യക്തിപരമായിട്ട് യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളും ഇല്ല, ഒരു പ്രശ്നങ്ങളും ഇല്ല. വ്യക്തിപരമായിട്ട് ഞാൻ ഇന്ന് വരെ ആകെ 2 വട്ടമേ രാഹുൽ ദാസിനെ കണ്ടിട്ടുള്ളൂ. സോഷ്യൽ മീഡിയ ആണ് ഇഷ്യൂസ് എല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് എന്തൊക്കെയോ കണ്ടന്റുകൾ ആവശ്യമായിട്ടുണ്ട്, അവരത് ചെയ്യുന്നു. എനിക്കതിന് വിരോധമില്ല. അവർ വീഡിയോ ഇട്ടുകൊണ്ടേ ഇരിക്കട്ടെ, അത് അവരുടെ ജോലിയുടെ ഭാഗം. ഞാൻ അതിനെ എതിർക്കുന്നില്ല. കമന്റ് എഴുതുന്നവരോട് എനിക്കതേ പറയാനുള്ളൂ, നിങ്ങൾക്ക് സമയമുള്ള പോലെ കമന്റുകൾ എഴുതുക, നെഗറ്റീവും പോസിറ്റീവും എഴുതുക, അതൊക്കെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. അപ്പോൾ അവരവരുടെ അഭിപ്രായങ്ങൾ പറയുക, അതിന് എനിക്കെതിരില്ല. യാതൊരു വിവാദത്തിൽ പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വിവാദങ്ങൾക്ക് തിരികൊളുത്തുവാനോ വിവാദങ്ങൾ അവസാനിക്കണമെന്നുള്ളതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. എനിക്ക് യാതൊരു വിവാദങ്ങളുമില്ല, സ്നേഹം മാത്രമേ ഉള്ളൂ. രാഹുൽ ദാസിനോടും യാതൊരു വിധമായ ശത്രുതയോ ദേഷ്യമോ ഇല്ല. ഇവിടെ അച്ഛൻ പറയുന്നത് രാഹുൽ ദാസിനോട് ഒരു വിരോധം ഇല്ലെന്നാണ് അച്ഛൻ പറയുന്നത്. പക്ഷെ അച്ഛൻ പറഞ്ഞ പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ചർച്ചയ്ക്ക് തിരികൊളുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പലരും പല കാര്യങ്ങളും തുറന്നു പറയുന്നത്. ഇവിടെയൊക്കെ ചിലപ്പോൾ കിച്ചുവിന് രേണുസുതിക്കേറെ വീഡിയോ ചെയ്യാതിരിക്കാൻ വേണ്ടി ചെയ്തതായിരിക്കും ഈ അച്ഛനും രേണുസുതിയൊക്കെ. ഈ അവസ്ഥയിൽ കിടക്കുന്ന സമയത്ത് രേണുസുതിക്കേറെ വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ രേണുസുതിക്ക് എന്തെങ്കിലും മാനസികമായുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന രീതിയിൽ ഉദ്ദേശിച്ചായിരിക്കും അച്ഛൻ പല കാര്യങ്ങളും തുറന്നു പറഞ്ഞത്. അതായത് കിച്ചു രേണുസുതിക്കേറെ സംസാരിക്കുന്നത് നിർത്തുക. പക്ഷെ കയ്യിൽ നിന്ന് പോയി എന്ന് തന്നെ പറയാം. പലരും പല കാര്യങ്ങളും ഏറ്റുപിടിച്ച് പലതും തുറന്നു പറയാൻ തുടങ്ങിയിരിക്കുന്നു. അതാണിപ്പോൾ പുറത്തു വരുന്ന കോൾ റെക്കോർഡെല്ലാം. അത് സത്യം പുറത്തു വരണം മക്കളെ. അത് പുറത്തു വന്നാൽ കിച്ചുവിനെ സപ്പോർട്ട് ചെയ്യുന്നവരെല്ലാം തിരിച്ചു കുത്തും മക്കളെ. അതേപോലത്തെ കാര്യങ്ങളാണ് കിച്ചു ചെയ്തു വെച്ചിരിക്കുന്നത്. കിച്ചുവിനെ നമ്മൾ ഒരിക്കലും എന്താ പറയുക അങ്ങനെ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്ത് നല്ല വ്യക്തിയാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
എന്തായാലും കിച്ചു പറഞ്ഞ ഒരു വീഡിയോ ഉണ്ട് മുമ്പലത്തെ, അത് നിങ്ങളൊന്ന് കണ്ടു നോക്കി. അത് കഴിഞ്ഞതിന് ശേഷവും പറയാം. കിച്ചു ഒരക്ഷരം മിണ്ടിയാൽ നാട്ടുകാർ ഇളകുമെന്ന് ബിഷപ്പ് പറഞ്ഞ കാര്യം സത്യമാണ് മക്കളെ. അത് അങ്ങനെ തന്നെയാണ്. കിച്ചുവിന് മിണ്ടാൻ പറ്റത്തില്ല. കിച്ചു അതുപോലെ കാട്ടിക്കൂട്ടിയിട്ടുണ്ട്, അതുപോലെ എനിക്ക് പറയണമെന്നുണ്ട്, പക്ഷെ അത് ഞാൻ പറയുന്നില്ല. പറയണമെന്ന് എന്ത് പറയുക, എനിക്ക് പറയണമെന്ന് തോന്നുവാണെങ്കിൽ ഞാൻ വന്ന് പറയുകയും ചെയ്യും. ഇപ്പൊ ഞാൻ മിണ്ടാതിരിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്റെ വായിൽ നിന്ന് പുറത്തു വരരുത്. ഇത് വരുന്നത് ഒന്നീ രേണുവിന്റെ വായിൽ നിന്ന് പുറത്തു വരണം, ഇല്ല എങ്കിൽ ബിഷപ്പിന്റെ വായിൽ നിന്നോ പുറത്തു വരണം. ഇനി ചിലപ്പം കുറെ കൂടെയൊക്കെ മൂപ്പിക്കുകയാണെങ്കിൽ അച്ഛൻ്റെ വായിൽ നിന്ന് തന്നെ പുറത്തു വരാൻ ചാൻസ് ഉണ്ട്. കാരണം കിച്ചുവിനെ കുറിച്ച് വീഡിയോ ഇട്ടതിന് ശേഷം പലരും അച്ഛനെ ഫോൺ വിളിക്കുന്നുണ്ട്, പല കാര്യങ്ങളും അന്വേഷിക്കുന്നുണ്ട്. അവനൊരു 20 വയസ്സുകാരനല്ലേ, അവൻ പല തെറ്റുകളും ചെയ്തിട്ടുണ്ടായിരിക്കും, പക്ഷേ പൊറുക്കേണ്ടത് നമ്മളല്ലേ എന്ന രീതിയിലൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. അവിടെയൊക്കെ എപ്പോഴെങ്കിലും അച്ഛൻ ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറയുകയാണെങ്കിൽ പല കാര്യങ്ങളും പുറത്തു വരും. ഇല്ലെങ്കിൽ കിച്ചു ഒരു വീഡിയോ ഇട്ടാൽ രേണുസുതി തന്നെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയും എന്ന നിലയിൽ തന്നെയാണ് രേണുസുതി കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കുന്നത്. എന്തായാലും കിച്ചു നേരെ വീഡിയോ ഇട്ടതിന് ശേഷം അച്ഛനെ ഫോണിൽ വിളിച്ചു വരെ പലരും വിമർശിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇതിനു മുമ്പ് സൈബർ ഇടങ്ങളിൽ മാത്രമായിരുന്നു വിമർശനങ്ങൾ ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ നേരിട്ടും പലരും വിളിച്ചിരിക്കുന്നു. അവിടെയൊക്കെ സ്ത്രീകൾ ഉൾപ്പെടെയാണ് പലരും വിളിക്കുന്നത്. അതായത് കിച്ചുവിനെ ഒരു മകനെ പോലെ കണ്ട് ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ അച്ഛന് ഫോൺ ചെയ്യുന്നുണ്ട്. അതിന്റെ കോൾ റെക്കോർഡ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഇവിടെ നാട്ടിൽ പല കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇവര് രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് പല കാര്യങ്ങളും ഫാമിലി ഇഷ്യൂ. അച്ഛൻ ചിലപ്പോൾ കണ്ടിട്ടുണ്ട്. അച്ഛനെ ഞാൻ കുറ്റം പറഞ്ഞ, അച്ഛനെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. അച്ഛൻ അറിയാണ്ടാണ് സംസാരിക്കുന്നത്. ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഇവ ഒരിക്കലും ഒരു കാര്യത്തിന് അവരെ കുറ്റം പറയാനോ ഒരു കാര്യത്തിന് വന്ന് അവനെ എന്തെല്ലാം പറഞ്ഞിട്ട് പോലും ലാസ്റ്റ് വരെ അവ ഒന്നും പറയാണ്ട് ലാസ്റ്റ് ഒരു ചെറുക്കന്റെ വീഡിയോ എടുത്ത് എത്രയോ ആൾക്കാർ ചെയ്തിട്ട് പോലും അവൻ പ്രതികരിച്ചില്ല. ആ ഒരു ചെറുക്കൻ ചെയ്തത് പ്രതികരിക്കാനൊക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്ന് സിസ്റ്റർ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സിസ്റ്റർ ഒരു ഇപ്പൊ ലാസ്റ്റ് അച്ഛൻ പറഞ്ഞു വരുന്നത് എന്തോ രേണുവിനെ കയറി പിടിച്ചു എന്നാണോ പറയാൻ? ആ ചോദ്യത്തിൽ തന്നെ അച്ഛൻ കുടുങ്ങിയെന്ന് തന്നെ പറയാം. അച്ഛൻ എന്താണ് പറഞ്ഞു വയ്ക്കുന്നത്, രേണുവിനെ കയറി പിടിച്ചെന്നാണോ പറഞ്ഞു വയ്ക്കുന്നത് എന്ന രീതിയിലായി ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യൻ പലരും ചോദിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. പലർക്കും അങ്ങനെ സംശയം വന്നു തുടങ്ങിയിട്ടുണ്ട്. കിച്ചു ഇങ്ങനെ പേടിക്കണമെങ്കിൽ, ഇല്ലെങ്കിൽ അച്ഛനും രേണുസുതിയൊക്കെ ഇക്കാര്യം ഇങ്ങനെ തുറന്നു പറയണമെങ്കിൽ കിച്ചു എന്തെങ്കിലും തെറ്റ് ചെയ്തോ, രേണുവിനെ കയറി പിടിച്ചോ എന്നുള്ള രീതി വരെ ആളുകൾ ചോദിച്ചു തുടങ്ങി. ഈ ചോദ്യം ഉണ്ടാക്കിപ്പിച്ചത് ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി ഒരുപക്ഷെ കിച്ചുവിനെ തകർക്കാൻ വേണ്ടി ചെയ്തതാണോ എന്നൊന്നും അറിയത്തില്ല. കാരണം കിച്ചുവിന് നല്ല സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെ കിച്ചുവിന് കിട്ടുന്ന ഈ സപ്പോർട്ട് ഒന്ന് കുറയ്ക്കാം എന്നുള്ള രീതിയിലാണോന്നും അറിയത്തില്ല. അവിടേക്ക് ഒരു കാര്യമുണ്ട്, കിച്ചുവിന് എന്തുകൊണ്ട് ഈ സപ്പോർട്ട് കിട്ടുന്നു? അവൻ പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വന്ന് പറയാതിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് അവൻ ഈ സപ്പോർട്ട് കിട്ടുന്നത്. അവൻ അവൻ്റെ കാര്യം നോക്കി പോകുന്നുണ്ട്. പക്ഷേ മറ്റുള്ളവർ പല കാര്യങ്ങളും പൊക്കി പിടിച്ചുകൊണ്ട് വരികയും അത് സോഷ്യൽ മീഡിയയിൽ ഒരു കണ്ടന്റ് ആക്കി കൊടുക്കുകയൊക്കെ ചെയ്യുന്നതാണ് പ്രശ്നങ്ങൾക്ക് തിരികൊളുത്തിയത്. ഞാൻ പറഞ്ഞിട്ടില്ല, പറയാത്ത കാര്യം എഴുതാപ്പുറം വായിക്കണ്ട, എഴുതാപ്പുറം വായിക്കുക. അച്ഛോ ഞാൻ പറയട്ടെ, ഇപ്പൊ ആ പെണ്ണുങ്ങളെ ചെയ്തോണ്ടിരിക്കുന്ന കാര്യത്തില് അവരുടെ മോൻ കയറി പിടിച്ചില്ലെങ്കിലേ ഇനി ഒരു അത്ഭുതമുള്ളൂ. എനിക്കറിയത്തില്ല സിസ്റ്റർ, ഞാൻ കാണാത്ത കാര്യം അങ്ങനെ ഞാൻ പറയും. പക്ഷേ അവിടെയൊക്കെ അച്ഛൻ കാണാത്ത കാര്യങ്ങളല്ലേ സോഷ്യൽ മീഡിയയ്ക്ക് മുന്നിൽ വന്ന് പറഞ്ഞത്. അച്ഛൻ പറഞ്ഞ പല കാര്യങ്ങളും നേരിട്ട് കാണാതെയല്ലേ അച്ഛൻ സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞത്. അവിടെയൊക്കെ കിച്ചുവിനോട് എന്തെങ്കിലും ചോദിച്ചിരുന്നോ, ഇല്ലെങ്കിൽ കിച്ചുവിന്റെ അഭിപ്രായം തേടിയിരുന്നോ, കിച്ചുവിന് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്നൊന്നും അന്വേഷിക്കാതെയാണ് അച്ഛൻ ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. അവിടെയാണ് ആളുകൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങിയത്. ഒരുപക്ഷെ കിച്ചു അവിടെ നിന്ന് മാറിപ്പോയതാണോ എന്നിവരെ സംശയിക്കുന്നുണ്ട്. അതായത് കിച്ചു സ്വയം തീരുമാനമെടുത്ത് ആ വീട്ടിൽ നിന്നും മാറി നിൽക്കുകയാണ്, അച്ഛൻ്റെ വീട്ടിലേക്ക് മാറുകയാണ് എന്നുള്ള രീതിയിൽ തീരുമാനമെടുത്തതും കിച്ചു ആണോ എന്നുവരെ ഇപ്പോൾ സംശയിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് കൊല്ലത്തുള്ള വീട്ടുകാരും പല കാര്യങ്ങളും നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ കേട്ട് നോക്കുമ്പോൾ നമുക്ക് കാര്യങ്ങൾ കുറച്ച് മനസ്സിലാവും. കിച്ചുവിനെ സംബന്ധിച്ച് കിച്ചുവിന് എൻ്റെ അടുത്ത് വലിയ വച്ചല്ലേ എന്നാണ് വിളിക്കുന്നത്. വലിയച്ചാന്ന് വിളിക്കുന്നത്, കൊച്ചിലെ വിളിച്ചത് തിരിച്ചാണ് വിളിക്കുന്നത്, വച്ചല്ലേ എന്നാണ് ഇപ്പോഴും വിളിക്കുന്നത്. അപ്പോൾ ഇപ്പോഴും വലുതായതിനു ശേഷം അങ്ങനെ തന്നെ നമുക്ക് വിളിക്കുന്നത്. പിന്നെ മറ്റവൻ പൊടിയല്ലേ, അത് കുഞ്ഞ്, അവനൊന്നും അറിയത്തില്ല. കുഞ്ഞു വൃത്തപ്പൻ കിച്ചുവിന് ഒന്നും വലിയ വച്ചല്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം. അപ്പം അവനെ സുധി സ്ഥലത്തിൽ അവൻ കൊല്ലത്തല്ലേ അവൻ പഠിച്ച മൊത്തം 8ാം 9ാം ക്ലാസ് വരെ കൊല്ലത്താണ് പഠിച്ചത്. ഞാൻ അവരെ സന്ദർഭങ്ങളിൽ സ്കൂളിൽ കൊണ്ടുവരുന്നതൊക്കെ ഞാൻ തന്നെയാണ്. അപ്പം അവന് വച്ചല്ലേന്ന് പറഞ്ഞാൽ ജീവനാണ്. അവൻ്റെ അച്ഛനേക്കാൾ ഉപരി ഞാനാ. എൻ്റെ കുഞ്ഞുങ്ങൾ കൊണ്ടുപോകുമ്പോൾ പുറത്ത് കൊണ്ടുപോകുമ്പോൾ അവനെ ഞാൻ കൂടെ കൊണ്ടുപോകും. എൻ്റെ ചോദിച്ചിട്ടുണ്ട്, സുനിലിൻ്റെ മോനാണോ സുനിലിൻ്റെ മോനാണോ പലരും ചോദിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒന്നും ഒഴിവാക്കാൻ കഴിയത്തില്ല. അവൻ അവിടെ തന്നെ വളർന്ന മൊത്തം ഓസ്ട്രേലിയ സ്കൂളിലും മന്നമംഗോള സ്കൂളിലൊക്കെയാണ് പഠിച്ചത്. സുധിച്ചേട്ടന്റെ കുഞ്ഞുങ്ങളിലൊക്കെ ഒരു ഭാവി ഇനി നിങ്ങളുടെയൊക്കെ കൈകളിലാണല്ലോ ചേട്ടാ. നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന മാക്സിമം നമ്മൾ ചെയ്യും. എന്നെ കൊണ്ട് ആവുന്ന എന്താണെന്ന് വെച്ചാൽ ഞാൻ അവർക്ക് ചെയ്യും. നമ്മളും വാടക വീട്ടിലൊക്കെയാണ് താമസിക്കുന്നത്. എന്നാലും എൻ്റെ കുക്കിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള സഹായങ്ങൾ എപ്പോഴും ഉണ്ടാവും. അതൊരിക്കലും എൻ്റെ മക്കളായിട്ട് തന്നെ ഞങ്ങൾ. ഇവിടെയൊക്കെ സ്വന്തമായിട്ട് വീടുണ്ടായിട്ട് പോലും വാടക വീട്ടിൽ താമസിക്കുന്നവരുടെ അടുത്തേക്ക് പോകണമെങ്കിൽ അവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഒരുപക്ഷെ കിച്ചു തന്നെ ആ തീരുമാനം എടുത്തായിരിക്കാം, ഇനി അവിടെ താമസിക്കേണ്ട, അവിടെ താമസിച്ചു കഴിഞ്ഞാൽ ഇനി പേരുദോഷം വല്ലതും കിട്ടും, ഇല്ലെങ്കിൽ പല കാര്യങ്ങളും പുറത്തറിയും, പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. അവിടെ ആയിരിക്കും അന്ന് ചിന്തിച്ചത് കൊല്ലത്ത് നിന്ന് പഠിക്കാം, അപ്പോൾ ആളുകളൊന്നും ചോദിക്കത്തുമില്ല, എന്തുകൊണ്ടാണ് വീട്ടിൽ വരാത്തതെന്ന് ചോദിക്കത്തില്ല, കൊല്ലത്ത് നിൽക്കുകയാണ്, ഇവിടെ നിന്ന് പഠിക്കുകയാണ് എന്ന് പറയുമ്പോൾ അതിലാരും സംശയം തോന്നാതിരിക്കാൻ വേണ്ടിയാണോ അന്ന് അങ്ങനെ ചെയ്തതെന്നും പലരും ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്.
ഈ ചിന്തകൾക്കൊക്കെ വഴിവെച്ച് കൊടുത്തത് ആരാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. ഇങ്ങനൊരു സംഭവം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ട് കൊടുത്തത് ആരാണെന്ന് ഊഹിക്കാവുന്നേ ഉള്ളൂ. കൊല്ലത്തുള്ള ബന്ധുക്കളൊക്കെ എന്താണ് പറയുന്നത് സുചേട്ടൻ്റെ? കൊല്ലത്തിലെ ബന്ധുക്കളൊക്കെ എല്ലാം ഷോക്കായിട്ടിരിക്കുക. അവർ സുധി എന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ ഭയങ്കര ജീവൻ. ഞങ്ങളെ എൻ്റെ കുടുംബത്തിലെല്ലാവർക്കും, ഞങ്ങളുടെ ബന്ധുക്കൾക്കൊക്കെ സുധി എന്ന് പറഞ്ഞാൽ എന്നെക്കാൾ ഉപരി സുധിയോട് അവർക്ക് ഭയങ്കര ഒരു സ്നേഹമല്ല, ആരാധനയാണ്. എല്ലായിടത്തും പോയി ആരെ കണ്ടാലും ഭയങ്കര സോഷ്യലായിട്ടുള്ള ഇതാണ്. ഭയങ്കര എല്ലാവർക്കും ഭയങ്കര വിഷമമാണ്. സുനിലേട്ടൻ പറഞ്ഞല്ലോ എനിക്കൊരു ബ്രദർ ആയിരുന്നില്ല, സുഹൃത്ത്. എങ്ങനെ അടുപ്പം ഇന്നേ വരെ അവരുമായിട്ട് യാതൊരുവിധ പ്രശ്നങ്ങളും നമുക്കൊന്നുമില്ല. അപ്പം നമ്മൾ വേറെ ആരെയും ഇത് ചെയ്യേണ്ട കാര്യമില്ല. ഇല്ല, പിന്നെ വേറെ ആരെങ്കിലും അതിന് മറുപടി കൊടുത്താൽ നമുക്ക് എന്താ പറയുന്നത്, അങ്ങനെ കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് ഇങ്ങനെയൊന്നും പറഞ്ഞുണ്ടാക്കേണ്ട യാതൊരു കാര്യമില്ലല്ലോ. എന്തായാലും ഇക്കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം അച്ഛൻ നേരത്തെ പറഞ്ഞ പല കാര്യങ്ങളും മാറ്റി പറയാൻ തുടങ്ങിയിരിക്കുന്നു. അതായത് രാഹുൽ ദാസിനോട് എനിക്ക് ദേഷ്യമൊന്നുമില്ല, ഞാൻ രാഹുൽ ദാസിനെ കുറിച്ച് മോശമൊന്നും പറഞ്ഞില്ല, അവർക്ക് നന്മ ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ പറഞ്ഞത്. പലപ്പോഴും രേണുസുധിക്കെതിരായിട്ട് കിച്ചു സംസാരിച്ചു എന്നുള്ള രീതിയിൽ പറഞ്ഞതുകൊണ്ട് ഈ അവസ്ഥയിലും അതൊന്ന് നിർത്താൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞതെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ളപ്പോൾ അച്ഛന് വീണ്ടും കൂടുതൽ സൈബർ ആക്രമണം കിട്ടും എന്നുള്ളതിൽ സംശയമില്ല. അങ്ങനെയാണ് അച്ഛൻ പല കാര്യങ്ങളും പറഞ്ഞു വെക്കുന്നത്. ഞാൻ രാഹുൽ ദാസിനെ പറ്റി മോശമായിട്ട് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ നിൽക്കാൻ ഒക്കാത്ത പോലെ പറയേണ്ടി വരും. പക്ഷെ എനിക്ക് പറയേണ്ട ആവശ്യമില്ല. പറയിപ്പിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ എന്നെ കൊണ്ട്. ഇനി ആ കൊച്ചായി 11 വയസ്സ് തൊട്ട് 20 വയസ്സ്, ഓക്കെ, ആ ഒരു കാലഘട്ടത്തിൽ ചെയ്ത തെറ്റ് നമ്മൾ തിരുത്തി കൊടുക്കേണ്ട ഒരാളല്ലേ. ഇപ്പൊ തിരുത്തി ഞാൻ ചോദിച്ചത് ആ കുട്ടി ചെയ്ത തെറ്റ് എന്താണെന്നുള്ളത്. എനിക്ക് ഒരാളുടെ തെറ്റിനെ പറ്റിയല്ല ഞാൻ അവിടെ പറയാനിടയായത്. ഇവിടെ വന്ന് ഇപ്പൊ ഈ പോലീസ് സ്റ്റേഷനിൽ വന്ന എൻക്വയറികൾക്ക് എനിക്ക് ഉത്തരം കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ സ്റ്റേറ്റ്മെന്റ് കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അവിടെയൊക്കെ അച്ഛൻ്റെ വശത്ത് നിന്ന് നോക്കി കഴിഞ്ഞാൽ അച്ഛനും പലതിനും ആൻസർ പറയേണ്ട അവസ്ഥ വന്നിട്ടുണ്ടായിരിക്കാം. പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിക്കുമ്പോഴും പല കാര്യങ്ങളും ചോദിക്കുമ്പോഴും ഒക്കെ പല രീതിയിലുള്ള ക്വസ്റ്റ്യൻ അച്ഛന് കേൾക്കേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം. ആ ഒരു അവസ്ഥയിൽ പല കാര്യങ്ങളും തുറന്നു പറഞ്ഞതായിരിക്കാം. എന്ന് കരുതി എന്താണ് രഹസ്യം എന്നൊന്നും അച്ഛൻ പറഞ്ഞിട്ടില്ല. രഹസ്യം പൊട്ടിക്കും എന്ന് പറയുന്നതല്ലാതെ ആരും രഹസ്യം ഇതുവരെ പൊട്ടിച്ചിട്ടില്ല. അച്ഛന്റെ വീഡിയോ വന്നതിന് ശേഷം കൊണ്ട് അച്ഛനെ കുറിച്ച് സംസാരിച്ചു. അതുവരെ അച്ഛനെ കുറിച്ച് ആരും സംസാരിച്ചിട്ടില്ല. കാര്യങ്ങളെല്ലാം ഇവരുടെ വീട്ടിലൊരു ഇഷ്യൂ നടന്നിട്ടുണ്ടെന്നുള്ളത് പബ്ലിക്കിൽ ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. ആ വാർത്ത വന്നതിന് ശേഷമാണ് ഈ പോലീസ് കേസും കാര്യങ്ങളെല്ലാം ഇവിടെ വന്നേക്കുന്നത്. അപ്പൊ അത് പല കാര്യങ്ങളും പുറത്ത് പറയാനൊക്കാത്ത ചില കാര്യങ്ങളായിരിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ അവന്റെ പേരിൽ ഇത്രയും വലിയ കേസുണ്ടെങ്കിൽ അവൻ പുറത്തിറങ്ങി നടക്കുവോ? എനിക്കതിനെ പറ്റി അറിയത്തില്ല. ഞാൻ പറയുന്ന അച്ഛൻ ഇത് കൂടുതൽ അച്ഛൻ അറിയത്തില്ല. അതാണ് കാര്യം. അച്ഛൻ അറിയത്തില്ല. വേറൊരു സ്ഥലത്താണ്. എനിക്ക് അതിനെ പറ്റി അറിയത്തില്ല. ഞാൻ പോലീസ് എൻക്വയറിയും കാര്യങ്ങളും പോലീസ് എന്നെ വിളിച്ചിരുന്നുണ്ട്. അപ്പൊ എനിക്ക് ഇതിനെ പറ്റി അറിയാത്ത കാര്യം അറിയത്തില്ല എന്ന് ഞാൻ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയട്ടെ അച്ഛൻ ഇനി എന്തെങ്കിലും ആവട്ടെ, എന്ത് വേണം ചെയ്യട്ടെ. ഇനി ഒരു വാക്ക് അച്ഛന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത്. കാരണം എന്താ വെച്ചാൽ അച്ഛന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായെന്ന് പറഞ്ഞാൽ ഞാനൊരു അമ്മ ആയതുകൊണ്ട് അങ്ങനെ ഒരു മോനെ ഇട്ട് കൊടുക്കരുത്. അത്രേ ഞാൻ പറയുന്നു. ഇവിടെ പുറത്തു നിന്ന് കിച്ചുവിനെ സപ്പോർട്ട് ചെയ്യുന്നവർക്കെല്ലാം ഒരു മകനായിരിക്കും കിച്ചു. അതുകൊണ്ട് തന്നെ കിച്ചുവിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പല അമ്മമാർക്കും വിഷമമുണ്ടാക്കുന്ന രീതിയിൽ അവർക്ക് തോന്നിയതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇങ്ങനെ ഒരു ഫോൺ കോൾ ചെയ്തത്. അവിടെയൊക്കെ അച്ഛന് ആൻസർ ഇല്ലാതെ പോവുകയാണ്. എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്നുള്ളൊരു ചോദ്യത്തിന് അച്ഛന് ആൻസർ ഇല്ലാതെ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ആ സ്ത്രീ അങ്ങനെ പറഞ്ഞത്. സമൂഹത്തിൽ പലർക്കും ഈ സംഭവങ്ങൾ അറിയാവുന്നതാണ്. ഞാനിതിനെ പറയേണ്ട ആവശ്യം. പിന്നെ അതുപോലെ ഇന്നലെ ഒരു സഹോദരി ഏതോ ഒരു സ്ഥലത്തു നിന്ന് ഒരു ലേഡി എന്നെ ടെലിഫോണിൽ വിളിച്ചിട്ട് അവരെന്നോട് വിശദമായ കാര്യങ്ങളെല്ലാം സംസാരിച്ചു. കോള് റെക്കോർഡ് ചെയ്തു. എന്റെ അനുവാദമില്ലാതെ ആ ലേഡി, ആ പേജ് നടത്തുന്ന ആ ലേഡി അവരെന്ത് ചെയ്തു? അവരത് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് അവർ പബ്ലിക്കിന് അത് കൊടുത്തു. ഒരാളുടെ അനുവാദമില്ലാതെ അവരുടെ ഫോട്ടോയോ അവരുടെ വോയിസോ കൊടുക്കുക എന്നുള്ളത് കർശനമായ നിയമത്തിന് ലംഘിക്കുന്ന കാര്യം തന്നെയാണ്. എന്റെ പെർമിഷൻ ഇല്ലാതെ എന്റെ ഫോട്ടോ ഉപയോഗിച്ച് എന്നെ അപമാനപ്പെടുത്തുന്ന ഏത് വ്ളോഗർമാരാണോ അവർക്കെതിരെ കർശന നടപടിയാണ്. എന്റെ പെർമിഷൻ വേണം. എന്റെ ഫോട്ടോ വെച്ച് എന്നെ അപമാനിക്കുമ്പോൾ എന്തിനു വേണ്ടി എന്റെ അനുവാദമില്ലാതെ എന്റെ ഫോട്ടോ ഉപയോഗിച്ചു? എന്തിനു വേണ്ടി എന്നെ പേഴ്സണലി ഫോണിൽ വിളിച്ചിട്ട് എന്റെ അനുവാദമില്ലാതെ എന്റെ വോയിസ് എന്തിനു ഒരു പബ്ലിക്കിന് കൊടുത്തിരിക്കുന്നു? അപ്പോൾ അവർക്കെതിരെ സൈബർ സെല്ലിലേക്കും കോടതിയിലേക്കും പോയിട്ട് എന്താണ് അഡ്വക്കേറ്റിന് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ ചെയ്യാനായിട്ട് അഡ്വക്കേറ്റിന് ഞാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിന് വേണ്ട നടപടികളുമായിട്ട് നീങ്ങാൻ തന്നെയാണ് ഞാൻ തീരുമാനിക്കുന്നത്. കാരണം ഇതൊരു ഒരിക്കലും നീതിക്ക് നിരക്കുന്ന കാര്യമല്ല. അപ്പോൾ ഞാൻ ഈ വോയിസ് അടക്കം എന്റെ അഡ്വക്കേറ്റിനും അതുപോലെ അവരുടെ പേജിന്റെ ഡീറ്റെയിൽസും എല്ലാം എടുത്ത് അഡ്വക്കേറ്റിന് കൊടുത്തിരിക്കുകയാണ്. പോലീസിന് അവർ വക്കീൽ പോടാൻ തന്നെ സൈബർ സെല്ലിലേക്ക്. ഇവിടെ വോയിസ് പുറത്തു വിട്ടു എന്ന് പറയുകയാണെങ്കിൽ തന്നെ അച്ഛൻ കൊടുത്ത ഓരോ ഇന്റർവ്യൂവിലും കാര്യങ്ങളാണ് ഇവിടെ ചർച്ചയായത്. ആ കാര്യങ്ങൾ എടുത്തു വെച്ചാണ് പലരും റിയാക്ട് ചെയ്യുന്നത്. അവിടെയൊക്കെ സത്യാവസ്ഥ അറിയാവുന്ന പലരും ഉണ്ട് എന്നുള്ളത് പലരും ഓർക്കേണ്ടതായിരുന്നു. എന്നാൽ അച്ഛൻ ഈ സത്യങ്ങളൊക്കെ അറിയാൻ തുടങ്ങിയത് ഈ ഇടയ്ക്കായിരിക്കും. ഇതൊക്കെ പല കാര്യങ്ങളും പലരോടും തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്ന് അച്ഛന് ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും. എന്നാൽ അച്ഛനൊരു കാര്യം പറയുന്നുണ്ട്. അവിടെയുള്ള നാട്ടുകാരിൽ പലർക്കും ഇക്കാര്യങ്ങൾ അറിയാം. അവരാണ് ഇക്കാര്യങ്ങൾ എന്നോട് പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. എന്തായാലും ഇങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാക്കിയത് ഇവർ തന്നെയാണ്. പുറത്തുള്ള പല വ്ളോഗേഴ്സിന് ഇക്കാര്യങ്ങൾ അറിയാമെങ്കിലും അവരൊന്നും ഇതൊരു കണ്ടന്റ് ആക്കി കൊണ്ടുവന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കാരണം അത് ബാധിക്കുന്നത് കിച്ചുവിനെയും രേണുസുതി ആയിരിക്കും. കൂടുതലും ബാധിക്കുന്നത് കിച്ചുവിനെ തന്നെ ആയിരിക്കും. കാരണം കിച്ചുവിന് ഫ്യൂച്ചർ കിടക്കുന്നേ ഉള്ളൂ. രേണുസുതിക്കാണെങ്കിൽ ആവശ്യത്തിലേറെ നെഗറ്റീവ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയുള്ളപ്പോൾ ഇതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. പക്ഷേ കിച്ചുവിൻ്റെ സ്ഥിതി വേറൊന്നാണ്. കിച്ചു ഇതിനൊക്കെ മറുപടി കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ വലിയ പ്രശ്നമായിരിക്കും. കാരണം കിച്ചു
പ്രശ്നങ്ങളിലേക്ക് പോകും എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ സൈലൻ്റ് ആയിട്ടിരിക്കുക, നീ നിൻ്റെ കാര്യങ്ങളിൽ മുന്നോട്ട് പോവുക. ചർച്ചകൾ എന്തായാലും ഉണ്ടാവും. അതിനുള്ള തിരി കൊളുത്തി വിട്ടത് ആ കുടുംബത്തിൽ നിന്ന് തന്നെയാണ്. ഇനി അത് കത്തി തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. എന്തായാലും ഈ വീഡിയോയുടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ഓക്കെ, ബൈ, സീ യു.